ദൈവത്തിന് നാം എത്ര മൂല്യമുള്ളവരാണെന്ന് കാണിക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. യേശു ശിഷ്യന്മാരെ വിട്ടുപോകുന്നതിന് മുമ്പ് യോഹന്നാൻ 14 അവൻ തൻ്റെ അന്ത്യ അത്താഴത്തിനിരിക്കുകയാണ്. താൻ ക്രൂശിലേക്ക് നടന്നടുക്കുകയാണ്. അപ്പം അതിൽ കൂടെ സ്വർഗത്തിലേക്ക് യേശു ശിഷ്യന്മാരോടുണ്ടായിരുന്നപ്പം അവർ വളരെ സുരക്ഷിതരായിരുന്നു. അവൻ അവരോടൊപ്പം ഉണ്ടായിരുന്നപ്പം അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. 5000 പേർക്ക് കഴിക്കാനായിട്ട് ഭക്ഷണമില്ലാതിരിക്കുമ്പം ഒരു പ്രശ്നമില്ല, യേശു അവിടെ ഉണ്ട്, അവനത് പരിഹരിച്ചു. ആ കൊടുങ്കാറ്റടിച്ചപ്പം യേശു അവിടെ ഉണ്ടായിരുന്നു, അവനത് പരിഹരിച്ചു. പ്രശ്നം എന്തു തന്നെ ആയിരുന്നാലും ഒരു പ്രശ്നവുമില്ല. 3.5 കൊല്ലം അവർ മനസ്സിലാക്കി യേശുവിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല. ദൈവവചനം പറയുന്നത് ദൈവം ഇന്നും എന്നേക്കും അനന്യനാണെന്നാണ്. യേശുവിൻ്റെ ഈ ലോകത്തിലെ ജീവിതം നാം കാണുമ്പോൾ യേശുവിന് അപ്പം തന്നെ പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവും ശിഷ്യന്മാർക്ക് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും നേരിടേണ്ടി വന്നില്ല. എന്നാൽ ഇപ്പം അവൻ ദൂരേക്ക് പോവുകയാണ്. ഇപ്പം അവരാകെ ആശങ്കയിലാണ്. നിങ്ങൾ ഏതെങ്കിലും സമയത്ത് ഇതുപോലെ അസ്വസ്ഥരാണെങ്കിൽ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് തരാം. യോഹന്നാൻ 14:18 യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായിട്ട് വിടുകയില്ല. ഞാൻ അനാഥരെ കണ്ടിട്ടുണ്ടോ? അവർ വളർന്ന് മുതിർന്നവരായാലും ഇന്ത്യയിൽ ധാരാളം അനാഥ മന്ദിരങ്ങളുണ്ട്. അതിന് കാരണം ഇതാണ്. അപ്പനും അമ്മയും മരിച്ചു പോയിട്ട് പല കുഞ്ഞുങ്ങളും ഈ അനാഥ മന്ദിരങ്ങളിലായിരിക്കും വളർന്നു വരുന്നത്. അവരുടെ ജീവിതകാലം മുഴുവൻ അവരൊരു അരിഷ്ടാവസ്ഥയിലായിരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്, അവർ വളർന്ന് 50ഉം 60ഉം വയസ്സാകുമ്പോഴും അവരനാഥരായിരുന്നത് കൊണ്ട് അവരെപ്പോഴും അരിഷ്ടാവസ്ഥയിലായിരിക്കും. ആത്മീയമായിട്ട് നമ്മളിങ്ങനെ ആയിരിക്കണമെന്നല്ല ദൈവത്തിൻ്റെ ഇഷ്ടം. അതുകൊണ്ട് യേശു അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. ആത്മീയമായിട്ട് ഞാൻ നിങ്ങളെ അനാഥരാക്കുകയില്ല. നാളെ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് വിചാരിച്ച് ഭാവിയെപ്പറ്റി വിചാരപ്പെട്ടുകൊണ്ട് എനിക്ക് ജീവിക്കാനുള്ള മാർഗമൊക്കെ ഉണ്ടാകുമോ? എനിക്കെൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഒക്കെ നോക്കാനായിട്ട് കഴിയുമോ? ജോലി കിട്ടാനുള്ള സാധ്യത കുറഞ്ഞു വരികയാണല്ലോ. ലോകത്തിലുള്ള കാര്യങ്ങളുടെ വില ദിനം തോറും വർദ്ധിച്ച് വരികയാണ്. ഈ വചനം ഓർത്തിരിക്കാൻ, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായിട്ട് വിടുകയില്ല. ഇതിന് ദൈവം എന്ത് പരിഹാരമാണ് കണ്ടത്? യേശു അതിന് കണ്ട മാർഗം ചിന്തിക്കുക. യേശു അവർക്ക് മാതാവും പിതാവുമാണ്. അവനിപ്പോൾ പോവുകയാണ്. ഒരർത്ഥത്തിൽ അവർ അനാഥരായി. 14-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ യേശു അതിനൊരു പരിഹാരം പറയുകയാണ്. ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിനയക്കും. യേശുവായിരുന്നു അവരുടെ ഒന്നാമത്തെ സഹായി, എപ്പോഴും എല്ലാ കാര്യത്തിനും. എന്നാൽ ഇപ്പോൾ അവൻ പറയുകയാണ്, നിങ്ങൾക്ക് മറ്റൊരു സഹായകനായിട്ട് പരിശുദ്ധാത്മാവിനെ നിങ്ങളോടുകൂടെ എപ്പോഴും ഇരിക്കേണ്ടതിന് ഞാൻ അയച്ചു തരും. സഹോദരി സഹോദരന്മാരെ, ഇതാണ് അതിൻ്റെ ഉത്തരം. നമ്മുടെ സഹായത്തിനായിട്ടുള്ള പരിശുദ്ധാത്മാവിനെ നാം അറിയണം. പരിശുദ്ധാത്മാവ്, യേശുവിൻ്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും നമുക്ക് അനുഭവവേദ്യമാക്കി തരും. അതുകൊണ്ടാണ് നാം എപ്പോഴും പരിശുദ്ധാത്മാവിനെ നിറയണമെന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും അവന് മുമ്പിൽ തുറന്നു വയ്ക്കുന്നെങ്കിൽ നിങ്ങൾ കർത്താവിനോട് പറയുക, കർത്താവെ, ഞാൻ അങ്ങേ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലേക്കും അവിടുന്ന് കടന്നു വരണേ. ഞാൻ മാനസാന്തരപ്പെടേണ്ട ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്നെ കാണിക്കണേ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്ന എല്ലാ കാര്യവും നിങ്ങൾ കേൾക്കുന്നവനാണെങ്കിൽ, അവൻ നിങ്ങൾ കൊടുത്തു തീർക്കേണ്ട കാര്യങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ നീ ഏറ്റുപറയേണ്ട പാവങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ നിങ്ങളുടെ മുഴു ജീവിതത്തിലും നിങ്ങൾ ഒരിക്കലും അരിഷ്ടനായിട്ട് ഇരിക്കേണ്ടി വരത്തില്ല. അവന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നം ഉണ്ടായിരിക്കുകയില്ല. നീ ആവശ്യപ്പെടുന്നതെല്ലാം അവൻ തെറ്റില്ലായിരിക്കും. ഒരു നിർമ്മല മനസ്സാക്ഷിയോടെ നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും ദൈവം മറുപടി തരും. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി തരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്: എല്ലാത്തിനും അവൻ്റെ ഉത്തരം ശരിയെന്നായിരിക്കുകയില്ല. ഞാൻ സാധാരണ പറയാറുണ്ട്, പ്രാർത്ഥനയുടെ ഉത്തരം ട്രാഫിക് ലൈറ്റ് കാണുന്ന 3 വെളിച്ചം പോലാണ്. ദൈവത്തിൻ്റെ ട്രാഫിക് ലൈറ്റിലെ വെളിച്ചം എപ്പോഴും പ്രകാശിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് ചുവപ്പായിരിക്കും. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇല്ല എന്നുള്ള ഉത്തരമാണ് ദൈവം അതിലൂടെ തരുന്നത്. ചിലപ്പോൾ അത് മഞ്ഞ വെളിച്ചമായിരിക്കും.
അതിലൂടെ ദൈവം പറയുന്നത് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ സമയമായിട്ടില്ല, അതിന് നീ അല്പം കൂടെ കാത്തിരിക്കണം. ചിലപ്പം അത് പച്ചയായിരിക്കാം. ദൈവം അതിന് ഉത്തരം അപ്പം തന്നെ നൽകും. നിങ്ങളെല്ലാ ദിവസവും ട്രാഫിക്കിൽ ഈ ലൈറ്റ് കാണാറില്ലേ? അപ്പം നിങ്ങൾ ചിന്തിക്കുക, ഇങ്ങനെ തന്നെയാണ് ദൈവം നിങ്ങളോട് ഇടപെടാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ആ ട്രാഫിക് ലൈറ്റ് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനയും ദൈവം മറുപടി തന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയും. എല്ലാ പ്രാർത്ഥനയ്ക്കും ചിലപ്പോൾ അവൻ പറയും ഇല്ല എന്ന്, ഞാനത് തരില്ല, നിനക്ക് വേണ്ടി അത് ഞാൻ ചെയ്യില്ല, എനിക്കത് അത്യന്താപേക്ഷിതമാണെന്നായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്. ചില രോഗത്തിൽ നിന്നുള്ള സൗഖ്യം ദൈവം പറയും ഇല്ല. കർത്താവിൻ്റെ വലിയ അപ്പോസ്തലനായിരുന്ന പൗലോസിനെ പറ്റി നിങ്ങൾക്കറിയാമോ? സൗഖ്യത്തിനായിട്ട് അവൻ 3 പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു ഇല്ല ഇല്ല ഇല്ല, ചുവന്ന ലൈറ്റ. അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അവൻ സൗഖ്യമായില്ല. ദൈവം അവനോട് പറഞ്ഞു എന്തുകൊണ്ടാണ് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാത്തതെന്ന്. കാരണം ദൈവം പറഞ്ഞു വളരെ ശക്തമായിട്ട് ഞാൻ നിന്നെ എൻ്റെ വേലയ്ക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ നിഗളിയാകാനുള്ള വലിയ അപകടത്തിലാണ്. അങ്ങനെ നീ നിഗളിയായി തീർന്നാൽ ആ നിഗളം കാരണം ഞാൻ നിൻ്റെ ശത്രുവായിത്തീരും. ദൈവം നിഗളികളോട് എതിർക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? ദൈവം നിഗളികളെ എതിർത്ത് നിൽക്കും. പൗലോസിനെ പോലെ വിശ്വസനായ ഒരാൾ നിഗളിയായി തീർന്നാൽ എന്ത് സംഭവിക്കും? ദൈവം അവനോട് എതിർത്ത് നിൽക്കുമോ? നിശ്ചയമായിട്ടും. ദൈവത്തിന് ആരോടും പക്ഷപാതമില്ല. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നത് ദൈവത്തിൻ്റെ ഒരു നിയമമാണ്, ഗുരുത്വാകർഷണം പോലെ. നിങ്ങൾ ലോകത്തിൻ്റെ എവിടെ പോയി ഒരു സാധനം താഴേക്ക് ഇട്ടാലും അത് താഴേക്ക് തന്നെ വീഴും. ലോകത്തിൽ എവിടെയാണെങ്കിലും ഒരു നിഗളിയെ ദൈവം കണ്ടാൽ വിശ്വാസിയോ അവിശ്വാസിയോ ദൈവം അവനോട് എതിർത്ത് നിൽക്കും. ദൈവം താഴ്മയുള്ളവർക്ക് കൃപ നൽകും, അതും ഒരു നിയമമാണ്. ലോകത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾ താഴ്മയുള്ളവനാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് കൃപ തരും. അതറിയുന്ന എത്ര മനോഹരമാണ്. എനിക്ക് കൃപ ലഭിക്കാൻ ഞാൻ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, ഞാൻ താഴ്മയുള്ളവനാണെന്ന് ഉറപ്പുവരുത്തുക. എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യുക. കർത്താവ്, എൻ്റെ ഹൃദയത്തിൽ എവിടെയെങ്കിലും നിഗളമുണ്ടോ? അത് ഞാൻ നീക്കിക്കളഞ്ഞാൽ എനിക്ക് നിശ്ചയമായിട്ടും ഈ കാര്യം ഉറപ്പുവരുത്താം. ഏത് സാഹചര്യത്തിലും ആ പ്രശ്നം എന്തു തന്നെ ആയിരുന്നാലും എനിക്ക് ദൈവത്തിൽ നിന്ന് കൃപ ലഭിച്ചിരിക്കും. അതെനിക്ക് ലഭിക്കാതിരിക്കുന്നതിൻ്റെ ഒരേ ഒരു കാരണം ഞാൻ ഏതോ കാര്യത്തിൽ നിഗളിയായി. നിഗളം പലതരത്തിൽ വരാം. നിങ്ങളെ മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്തിട്ട് അവനെ നിങ്ങൾ ചെറുതായിട്ട് കണ്ടാൽ അവനേക്കാൾ നിങ്ങൾ മിടുക്കനോ സൗന്ദര്യമുള്ളവനോ സാമർഥ്യമുള്ളവനായിരിക്കാം. നിൻ്റെ കൃപ നിനക്ക് നഷ്ടപ്പെട്ടു. അതിനെന്താ വില? അതിനൊരു വിലയുമില്ല. ഒരിക്കലും മറ്റൊരാളുമായിട്ട് നിങ്ങളെ താരതമ്യപ്പെടുത്തരുത്. മറ്റുള്ളവരെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠനെന്ന് നിങ്ങൾ എണ്ണണം. ഇത് ദൈവത്തിൻ്റെ ചില നിയമങ്ങളാണ്. നിങ്ങൾക്കറിയാമോ? ഈ ലോകത്തിൽ ദൈവം വച്ചിരിക്കുന്ന ചില നിയമങ്ങൾ മനുഷ്യൻ കണ്ടെത്തി. ആ നിയമങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ ഫലം അവർ കൊയ്യും. ഉദാഹരണത്തിന്, നദി എപ്പോഴും കീഴോട്ടാണ് ഒഴുകുന്നത്. മനുഷ്യൻ ഈ വെള്ളച്ചാട്ടത്തിന് താഴെ വലിയ വീലുകൾ ഉപയോഗിച്ച് അത് കറക്കിക്കൊണ്ടിരിക്കും. വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശക്തി കൊണ്ട് ആ വീലുകൾ കറക്കി അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. എത്ര അത്ഭുതകരമാണ്! ഈ നിയമങ്ങൾ ഉപയോഗിച്ച് മനുഷ്യൻ അതിൻ്റെ പ്രയോജനം കൊയ്യും. നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മീയ നിയമങ്ങൾ കണ്ടെത്തിയാൽ നിങ്ങൾക്ക് അത്ഭുതകരമായി ജീവിക്കാൻ കഴിയും. ഞാൻ കണ്ടെത്തിയ ഒരു ദൈവത്തിൻ്റെ വലിയ നിയമമാണ്, ദൈവം താഴ്മയുള്ളവർക്ക് എപ്പോഴും കൃപ നൽകും. ദൈവത്തിന് നമുക്ക് തരാൻ കഴിയുന്ന ഏറ്റവും ശക്തിയുള്ള കാര്യമാണ് ദൈവത്തിൻ്റെ കൃപ. കാരണം ദൈവവചനം പറയുന്നത്, നിങ്ങൾ കൃപയ്ക്ക് അധീനരാണെങ്കിൽ ഒരു പാപത്തിനും നിങ്ങളെ ജയിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പാപമില്ലാതെ ജീവിക്കുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.